ഇന്നത്തെ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇൻഡന്റ് എന്താണെന്ന് പഠിക്കാം. വേഡിൽ നമുക്ക് 4 തരത്തിൽ ഇൻഡന്റ് ഉണ്ട്. ലെഫ്റ്റ് ഇൻഡന്റ്, റൈറ്റ് ഇൻഡന്റ്, ഫസ്റ്റ് ലൈൻ ഇൻഡന്റ്, ഹാങ്ങിങ് ഇൻഡന്റ്. ഇങ്ങനെ 4 ഇൻഡന്റ് ആണ് വരുന്നത്. ഇതിലാദ്യം നമുക്ക് ലെഫ്റ്റ് ഇൻഡന്റ് എന്താണെന്ന് നോക്കാം. ലെഫ്റ്റ് ഇൻഡന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡന്റ് ചെയ്യേണ്ട പാരഗ്രാഫിൽ കഴ്സർ നിർത്താം. അതിനുശേഷം പേജ് ലേഔട്ട് മെനു എടുക്കാം. പേജ് ലേഔട്ട് മെനുവില് ഇൻഡന്റ് പാരഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് കാണാം. പാരഗ്രാഫില് നമുക്ക് ഇൻഡന്റ് എടുക്കാം. ഇതിൽ ലെഫ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് കൂട്ടിയിട്ട് എടുക്കാം. അപ്പോൾ ലെഫ്റ്റ് ഞാനിപ്പോൾ 0.5 സെന്റിമീറ്റർ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാരഗ്രാഫ് ഇൻഡന്റ് ചെയ്ത് ലെഫ്റ്റ് കുറച്ച് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്ത് വെക്കുന്നത് കാണാം. 1 സെന്റിമീറ്റർ ഇടുക. അപ്പോൾ അതാ നമ്മുടെ പാരഗ്രാഫ് 1 സെന്റിമീറ്റർ റൈറ്റിലേക്ക് മൂവ് ചെയ്തു. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്തു. ഇനി നമുക്ക് റൈറ്റ് ഇൻഡന്റ് ആണ് സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ റൈറ്റ് എടുക്കാം. റൈറ്റിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. റൈറ്റും ഞാനൊരു 1 സെന്റിമീറ്റർ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റൈറ്റിൽ നിന്ന് നമ്മുടെ പാരഗ്രാഫ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തിരിക്കുന്നു. ഇത് നമുക്ക് ഓഫ് ആക്കണമെങ്കിൽ നമുക്കിവിടെ 0 സെറ്റ് ചെയ്ത് കൊടുക്കാം. 0 സെന്റിമീറ്റർ സെറ്റ് ചെയ്ത് കൊടുക്കാം. റൈറ്റും ലെഫ്റ്റും അതുപോലെ തന്നെ പഴയ പോലെ തന്നെ 0 ആയിട്ട് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഡന്റ്, ഹാങ്ങിങ്ങും ഫസ്റ്റ് ലൈൻ ഇൻഡന്റും വേണമെങ്കിൽ പാരഗ്രാഫിന്റെ ഇങ്ങോട്ട് മൗസ് കൊണ്ടുവരുമ്പോൾ താഴത്തേക്ക് ഒരു ആരോ മാർക്കൊക്കെ ഇട്ടിട്ട് കാണാം. അപ്പോൾ പാരഗ്രാഫ് ഡയലോഗ് ബോക്സ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാരഗ്രാഫ് ഡയലോഗ് ബോക്സ് വരും. അതിൽ നമുക്ക് പാരഗ്രാഫിൽ ഇൻഡന്റ് ആൻഡ് സ്പേസിംഗ് എന്ന് പറഞ്ഞ ടാബ് എടുക്കാം. അവിടെ നമുക്ക് ലെഫ്റ്റ് ഇൻഡന്റും കാണാം, റൈറ്റ് ഇൻഡന്റും കാണാം. ലെഫ്റ്റും റൈറ്റും വേണമെങ്കിൽ നമുക്ക് ലെഫ്റ്റ് എത്ര സെന്റിമീറ്റർ ആണോ റൈറ്റ് എത്ര സെന്റിമീറ്റർ ആണോ എന്ന് കൊടുത്തിടാം. ഞാനിപ്പോൾ 0 സെന്റിമീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്പെഷ്യല് നോക്കാം. സ്പെഷ്യലില് ഫസ്റ്റ് ലൈൻ കൊടുത്തു. ഫസ്റ്റ് ലൈൻ ഞാനൊരു 1.5 സെന്റിമീറ്റർ സെറ്റ് ചെയ്തു. ഓക്കെ കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലൈൻ 1.5 കുറച്ച് മൂവ് ചെയ്തിട്ട് പാരഗ്രാഫ് സെറ്റിംഗ്സിന്റെ പോലെ കുറച്ച് ഫസ്റ്റ് ലൈൻ മാത്രമാണ് അവിടെ മൂവ് ചെയ്തിരിക്കുന്നത് കാണാം. ഇനി നമുക്ക് ഹാങ്ങിങ് ഇൻഡന്റ് എന്താന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ പാരഗ്രാഫിന്റെ ഡയലോഗ് ബോക്സ് എടുക്കാം. അതിനുശേഷം സ്പെഷ്യലില് ഫസ്റ്റ് ലൈൻ മാറ്റി ഹാങ്ങിങ് കൊടുക്കാം. ഹാങ്ങിങ്ങും ഞാനിവിടെ 1.5 സെന്റിമീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ കൊടുക്കാം. അപ്പൊ നോക്കുക, ഫസ്റ്റ് ലൈൻ എവിടെയാണോ അവിടെ തന്നെ റെസ്റ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ലൈൻ കഴിഞ്ഞിട്ട് പാരഗ്രാഫിന്റെ ബാക്കി പോർഷൻ 1.5 സെന്റിമീറ്റർ നീങ്ങിയിട്ടാണ് നിൽക്കുന്നത്. നമുക്കിത് ഓഫ് ആക്കണമെങ്കിൽ പാരഗ്രാഫ് ഡയലോഗ് ബോക്സ് തന്നെ എടുത്തിട്ട് ഇവിടെ സ്പെഷ്യലില് നന്നിട്ട് കൊടുക്കാം. എന്നിട്ട് ഓക്കെ കൊടുക്കാം. പാരഗ്രാഫ് പഴയപടി തന്നെ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് റൂളർ വഴി ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ എളുപ്പത്തില് റൂളർ വഴി നമുക്ക് പാരഗ്രാഫ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാരഗ്രാഫിൽ നമ്മൾ കഴ്സർ നിർത്തുക. അതിനുശേഷം ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ഇൻഡന്റ് എന്ന് പറയുന്നത്. ലെഫ്റ്റ് ഇൻഡന്റില് താഴെ മൗസ് പോയിന്റർ പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്ത് ഞാനിപ്പോൾ ഇവിടെ 2 വെക്കുകയാണ്. അപ്പോൾ നമുക്ക് 2 സെന്റിമീറ്റർ നമ്മൾ മൂവ് ചെയ്തിരിക്കുന്നു പാരഗ്രാഫ്. ഇതാണ് റൈറ്റ് ഇൻഡന്റ് വരുന്നത്. റൂളറിൽ എൻഡിലായിട്ട് റൈറ്റ് ഇൻഡന്റ് കാണാം. അവിടെ അതും ഇതുപോലെ തന്നെ ഡ്രാഗ് ചെയ്ത് ഞാനിപ്പോൾ 14 കൊണ്ടുവച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങോട്ട് നോക്കാം, ഒരു 2 സെന്റിമീറ്റർ റൈറ്റിൽ നിന്നും നമുക്ക് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തിട്ട് കാണാം. ഇതിനെ നമുക്ക് പഴയ പോലെ തന്നെ നമുക്ക് അറ്റത്ത് കൊണ്ടുവയ്ക്കാം. ലെഫ്റ്റ് ഇൻഡന്റിനെ നമുക്ക് എവിടെയാണോ 0 പോലെ കൊണ്ടുവച്ചു. ഇനി നമുക്ക് ഫസ്റ്റ് ലൈൻ മാറ്റണമെങ്കിൽ മൗസ് പോയിന്റർ ഈ ടോപ്പിലേക്ക് കൊണ്ടുവരിക. ഫസ്റ്റ് ലൈൻ അപ്പോൾ അവിടെ നമ്മൾ മൗസ് കൊണ്ടുവരുമ്പോൾ ഫസ്റ്റ് ലൈനിൽ കാണും. അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഡ്രാഗ് ചെയ്ത് ഞാനിപ്പോൾ ഒരു 3 കൊണ്ടുവച്ചു.
അപ്പോൾ അതാ 3 സെന്റിമീറ്റർ ഫസ്റ്റ് ലൈൻ 3 സെന്റിമീറ്റർ മൂവ് ചെയ്തു. താഴേക്ക് വേണമെങ്കിൽ ഡ്രാഗ് ചെയ്തുകൊണ്ട് പഴയ പോലെ തന്നെ കൊണ്ടുവയ്ക്കാം. ഇനി മൗസിനെ കൊണ്ടുവന്നാൽ സെന്റർ പോയിന്റിലേക്ക് കൊണ്ടുവന്നാൽ ഹാങ്ങിങ്ങിൻ്റെ ഒന്ന് കാണും. ഹാങ്ങിങ് അവിടെ ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്ക് ഞാനിപ്പോൾ ഇതാ 3 കൊണ്ടുവച്ചു. അപ്പോൾ അതാ നമ്മുടെ പാരഗ്രാഫിന്റെ ഫസ്റ്റ് ലൈൻ നിർത്തിയിട്ട് ബാക്കി പോർഷൻ 3 സെന്റിമീറ്റർ മൂവ് ചെയ്തിട്ട് കാണാനായിട്ട് പറ്റും. ഇങ്ങനെ നമുക്ക് പാരഗ്രാഫ് ഡയലോഗ് ബോക്സ് വഴിയും അതുപോലെ തന്നെ റൂളറിൽ നിന്നും നമുക്ക് ഇൻഡന്റ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം.